കാലത്ത് ഒരുപാട് ജീവിതശൈലി രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും. അതിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒന്നാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കൊളസ്ട്രോൾ എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അതൊരു ദോഷം സൈഡ് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. എന്നാൽ നമ്മൾ എപ്പോഴും കേട്ട ഒരു കാര്യമാണ് LDL അല്ലെങ്കിൽ HDL കൊളസ്ട്രോൾ എന്നുള്ളത്. അതായത് ഗുഡ് കൊളസ്ട്രോളും ബാഡ് കൊളസ്ട്രോളും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നമ്മൾ ജീവിതകാലം മുഴുവൻ മെഡിസിൻ കഴിക്കണോ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ഡയറ്റ് കൺട്രോൾ ചെയ്യണോ എന്നുള്ള ഒരുപാട് സംശയം നമ്മളുടെ ഉള്ളിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ ഹർഷ, ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ, കാലിക്കറ്റ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു കൊഴുത്ത വസ്തുവാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. നമ്മുടെ വൈറ്റമിൻസും ഹോർമോൺസും അതുപോലെ തന്നെ ഭക്ഷണത്തിനെയൊക്കെ ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കൊളസ്ട്രോൾ വളരെയധികം അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മൾ ഈ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ്, അതായത് കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ പല ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ കുറേ സബ് കാറ്റഗറീസ് കാണാം. അതായത് HDL, LDL, VLDL എന്നൊക്കെ പറഞ്ഞിട്ട് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാം. ഇതിൻ്റെ പല പല നോർമൽ വാല്യൂസും ബോർഡർ ലൈനിലായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ പലപ്പോഴും ഇത് ഹൈ ആയിരിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ കഴിക്കുന്നു. ചിലവരാണെങ്കിൽ എക്സസൈസും ഡയറ്റും മാത്രമാണ് ചിലപ്പോൾ എടുക്കുക. പക്ഷേ ഒരു മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും റീചെക്ക് ചെയ്യുമ്പം ഇതിൻ്റെ വാല്യൂസിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ചിലപ്പോൾ കാണില്ല. ചില ആൾക്കാർ ഇത് നോർമലായിട്ടുണ്ടാവും, മറ്റു ചിലർക്ക് വാല്യൂസ് അതേപോലെ തന്നെയൊക്കെ ആയിരിക്കും, മറ്റു ചിലർക്ക് ഇത് ഹൈ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട്, ഡോക്ടറെ ഞാൻ ചിക്കനും എഗ്ഗും എല്ലാം ഒഴിവാക്കിയിരിക്കുന്നുണ്ട്, പക്ഷേ എന്നിട്ടും എൻ്റെ വാല്യൂസിനൊന്നും കുറവില്ല, ഞാൻ ഡയറ്റൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. അതായത് കാർബ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം. നമ്മളുടെ ഭക്ഷണം, അതായത് ബ്രേക്ക്ഫാസ്റ്റിലാവട്ടെ, ലഞ്ചിലാവട്ടെ, ഡിന്നറിലാവട്ടെ, നമ്മൾ എപ്പോഴും അരിയാഹാരം കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ എത്ര ഈ ചിക്കനും മീറ്റും അതുപോലെ തന്നെ എഗ്ഗൊക്കെ ഒഴിവാക്കിയാൽ പോലും നമ്മൾ ഈ അരിയാഹാരം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ കൊളസ്ട്രോൾ അങ്ങ് പൂർണ്ണമായിട്ട് അതിൻ്റെ ലെവൽസ് നോർമലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ശരിക്കും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെറും 20% മാത്രമാണ് പുറത്ത് നിന്ന്, അതായത് നമ്മൾ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കുമ്പോൾ നമുക്ക് ഈ കൊളസ്ട്രോൾ വരുന്നത്. ബാക്കി 80% നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ എപ്പോഴും കേട്ടൊരു കാര്യമാണ് LDLും HDLും കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. പൊതുവേ നമുക്ക് കൊളസ്ട്രോളിൻ്റെ ലെവൽ എപ്പോഴും ഒരു 200-ന് താഴെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ LDL എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ് ആണ്. ഇതിനെ നമ്മൾ ബാഡ് കൊളസ്ട്രോൾ എന്നാണ് പറയുന്നത്. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് വെസൽസ്, അതായത് നമ്മുടെ രക്തക്കുഴലിൻ്റെ വാൾസിൽ ഈ കൊളസ്ട്രോൾ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു പ്ലേക്സ് ഫോം ചെയ്യും. അങ്ങനെ ഈ പ്ലേക്സ് ഫോം ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു വരും. അപ്പം നമുക്ക് എന്ത് സംഭവിക്കും? ഹാർട്ട് അറ്റാക്കും അതുപോലെ തന്നെ സ്ട്രോക്കും വരാനുള്ള സാധ്യതകൾ കൂടും. അപ്പം നമ്മൾ എപ്പോഴും 100-ന്റെ താഴെ ഇതിൻ്റെ നോർമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി മറ്റൊന്ന് HDL എന്ന് പറയുന്നത്, അതായത് ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. ഇതാണ് ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിൽ, രക്തത്തിൽ അധികമായിട്ടുള്ള കൊളസ്ട്രോളിനെ നീക്കം ചെയ്ത് അത് കരളിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഇതെപ്പോഴും ഒരു 40-ന്റെ താഴെ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ഡൗട്ടാണ് എന്തൊക്കെ സിംറ്റംസ് ആണ് വരിക എന്നുള്ളത്. പക്ഷെ ആദ്യം തന്നെ എല്ലാ തരത്തിലുള്ള രോഗലക്ഷണങ്ങളും നമ്മൾ കാണണമെന്നില്ല. നമ്മൾ ഗ്രാജ്വലി ആയിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറിയ സ്റ്റെപ്സ് നടക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, നമ്മൾ ചെറിയ വർക്ക് എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും നമുക്ക് വളരെയധികം ബ്രീത്തിങ്ങിൽ ഡിഫിക്കൽട്ടീസ് വരും. നമുക്ക് ശ്വാസം എടുക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് മാറും. പക്ഷെ ഗ്രാജ്വലി അത് ഓരോ തവണ നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി കഴിയുമ്പം നമുക്ക് ഹാർട്ടിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു വേദന, നമുക്ക് അതിനെ മെഡിക്കലി നമ്മൾ ആൻജൈന എന്നാണ് പറയുന്നത്, നമുക്ക് ചെറിയ രീതിയിലുള്ള വേദന അനുഭവപ്പെടാം. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് മേലാസകലം നമുക്ക് ചൊറിച്ചിൽ ഫീൽ ചെയ്യും. നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, പക്ഷെ ശരീരത്തിൽ ഇങ്ങനെ ചൊറിച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ സ്ത്രീകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് അവരുടെ കണ്ണിന് ചുറ്റുമായിട്ട് ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാവുക. അതിനെ നമ്മൾ ആ കണ്ടീഷൻ നമ്മൾ സാന്തലസ്മ എന്നാണ് പറയുന്നത്.
അതുപോലെ BP കൂടുതൽ, ഇപ്പം നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി BP ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളൊന്ന് കൊളസ്ട്രോളും കൂടെ ചെക്ക് ചെയ്ത് നോക്കൂ എന്നുള്ളത്. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കാർഡിയോവസ്കുലർ, നമുക്ക് ഹൃദയരോഗം ആയിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കഴിയുന്നതും പരമാവധി നമ്മൾ ഈ കൊളസ്ട്രോളും കൂടെ ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ എപ്പോഴും നമുക്ക് ക്ഷീണവും തളർച്ചയൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പം ഇത്തരം സിംറ്റംസ് നിങ്ങൾക്ക് ഉടനീളം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡോക്ടറെ പോയി കാണുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇനി നമ്മൾക്ക് ഇതിൻ്റെ എന്തൊക്കെ ഭക്ഷണ രീതികളാണ് ഈ ഒരു ഡയറ്റിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പൊതുവേ നമ്മൾ കൊളസ്ട്രോൾ ഉള്ള ഒരാളുടെ അടുത്ത് നമ്മൾ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ എഗ്ഗ് കഴിക്കരുത് എന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ ശരിക്കും എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണം, അതായത് മെയിനായിട്ട് ഇപ്പം ഇറച്ചി അല്ലെങ്കിൽ മുട്ട, ഈ ഐറ്റംസൊക്കെ നമുക്ക് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ രാവിലെ ഒരു 3-4 ഇഡ്ഡലി, ദോശ, പുട്ടൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ദഹിക്കും. എന്നിട്ട് പിന്നെ നമുക്കൊരു 11 മണിയാകുമ്പോൾ വീണ്ടും നമുക്ക് വിശക്കും. അപ്പോൾ വീണ്ടും നമ്മൾ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ പോകുന്നതിലൂടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വാല്യൂസിലൊന്നും കൊളസ്ട്രോളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരില്ല. അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പതിയെ തന്നെ നമ്മുടെ കാർബായിട്ടുള്ള അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓട്സ്, ഗോതമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് റീപ്ലേസ് ചെയ്യുന്ന വഴി നമ്മൾ ഈ കഴിക്കുന്ന ക്വാണ്ടിറ്റി അതേപോലെ പഴയ പോലെ കഴിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. ഇപ്പം നമ്മൾ ദോശ ഒരു 3-4 എണ്ണം കഴിക്കുന്ന ഒരാളാണെങ്കിൽ അതിനെ ഒരു 2 എണ്ണമായിട്ട് കുറച്ച് കൊണ്ടുവരാം. അതുപോലെ പുട്ടൊക്കെ 3-4 കഷ്ണം കഴിക്കുന്ന ആൾക്കാരുണ്ട്, അവർ അതൊന്ന് കുറച്ച് കൊണ്ടുവന്ന് ഒരു 2-1 മാറ്റി വെക്കാം. പിന്നെ നമ്മൾ എല്ലാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ സാലഡ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഒലീവ് ഓയിൽ ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് അതും കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ചില ആൾക്കാർക്ക് അരി ഭക്ഷണം ഒട്ടും തന്നെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഈ അരി ഭക്ഷണത്തിൽ ചുവപ്പ് കളറുള്ള ഈ മട്ടയൊക്കെ പോലെയുള്ള ഭക്ഷണം കഴിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ ചായ കുടിക്കുന്നതിൽ ഒരുപാട് പഞ്ചസാര ഇടുക, അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഓരോ ദിവസവും 2 സ്പൂൺ പഞ്ചസാര ഇടുന്ന ആളാണെങ്കിൽ അത് കുറച്ചുകൊണ്ട് വന്ന് 1.5 സ്പൂണ്, 1 സ്പൂണ്, അങ്ങനെ നമുക്ക് ഗ്രാജുവലി ആണ് ഇത് കുറച്ച് കൊണ്ടുവരുന്നത്. പെട്ടെന്ന് നമുക്കൊരു ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ഈ ഡയറ്റ് നിർത്തുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മെൻ്റലിയും ഫിസിക്കലിയും നമ്മുടെ ബോഡി ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. വാൾനട്ട്, ബദാം ഒക്കെ കഴിക്കുന്നത്, കാഷ്യൂ നട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവോക്കാഡോ കഴിക്കുന്നതും വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഗ്രീൻ ടീ, നമുക്ക് എപ്പോഴും ചായ കുടിക്കുന്ന അല്ലെങ്കിൽ കട്ടൻ ചായ ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗ്രീൻ ടീ കുടിക്കാം, അതിൻ്റെ കൂടെ പഞ്ചസാര ഇടാത്തത് മാത്രം. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡിന്നർ കഴിക്കുന്ന സമയത്ത് അധികവും ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രമിക്കുക. ഒരു 7-7:30 നിങ്ങൾ നിങ്ങളുടെ ഡിന്നർ കഴിച്ചിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫാസ്റ്റിംഗ് പീരീഡ് നെക്സ്റ്റ് ഡേ മോർണിംഗ് എത്തുമ്പോഴേക്കും വലിയൊരു രീതിയിലുള്ള ഫാസ്റ്റിംഗ് പീരീഡ് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡയറ്റിലൂടെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സസൈസ് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിന് നിങ്ങൾക്ക് ആ വാല്യൂസിനൊക്കെ ഒരു കുറവായിട്ട് നിങ്ങൾ കാണുള്ളൂ. അപ്പോൾ ഈ ഒരു ഡയറ്റ് കൂടെ നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൊളസ്ട്രോളിൽ ലെവൽ കുറഞ്ഞിരിക്കും. പിന്നെ ചില ആൾക്കാർക്ക് ഈ ഓട്സ് കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഓട്സിനെ ഉപ്മാവാക്കിയിട്ടും കഴിക്കാം കേട്ടോ. പിന്നെ ഗോതമ്പ്, റാഗി ഇതൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ അരി ഭക്ഷണം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പതുക്കെ കുറച്ചാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ വാല്യൂസ് നോർമലൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. മറ്റൊന്ന്, നമ്മൾ കോഴിമുട്ട കഴിക്കുന്നതാണ്. ഇത് കോഴിമുട്ട നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ യെല്ലോ പോർഷൻ ഒഴിവാക്കിയിട്ട് വേണം കഴിക്കാൻ. അതാവുമ്പോൾ നമുക്ക് ആഴ്ചയിൽ 2-3 തവണയൊക്കെ നമുക്ക് കോഴിമുട്ട പുഴുങ്ങിയിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അത്രയും ഇഷ്ടമാണെങ്കിൽ, എഗ്ഗ് കഴിക്കാൻ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഇതിൻ്റെ ഫുൾ എഗ്ഗ് എടുത്തിട്ട് അതും കഴിക്കാൻ ചെയ്യാം. പിന്നെ മറ്റൊന്ന്, നമുക്ക് ഫ്രൂട്ട് ജ്യൂസസ് കഴിക്കുന്നതിലും നല്ലത് ഫ്രൂട്ട്സ് ആക്കിയിട്ട്, അതായത് ഇപ്പം ഓറഞ്ച് അല്ലെങ്കിൽ അവോക്കാഡോ, അങ്ങനെ ആപ്പിള്, ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതിൽ കഴിക്കാവുന്നതാണ്. നമ്മൾ ഡയറ്റ് ശ്രദ്ധിക്കുമ്പം നമ്മൾ എടുത്തിരിക്കുന്ന പ്ലേറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പ്ലേറ്റിൽ നമ്മളെപ്പോഴും കാർബ് ഒരു ചെറിയ പോർഷനും ബാക്കി പ്രോട്ടീൻസും ഫാറ്റും വിറ്റമിൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നതാണ് കൂടുതൽ കഴിക്കേണ്ടത്. അപ്പം നമ്മൾ ഈ അരി ആഹാരം ഒഴിവാക്കുന്ന ആൾക്കാർ ഒരു തവി ചോറ് എടുക്കുക. അതുപോലെ തന്നെ അതിൽ കടല, പയറ്, അതുപോലെ തന്നെ മമ്പയർ, ഇതൊന്നെങ്കിൽ വേവിച്ചിട്ടോ അല്ലെങ്കിൽ ഉപ്പേരി ആക്കിയിട്ടോ ഒക്കെ കഴിക്കാം. പിന്നെ ഫിഷ് ഫ്രൈ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മളൊരു 3-4 എണ്ണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊരു 2-3 എണ്ണമൊക്കെ ആക്കി പിന്നെ 1-2 എന്നുള്ള രീതിയിൽ കുറച്ച് കൊണ്ടുവരിക. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മോരിൻ്റെ അകത്ത് കറിവേപ്പിലയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ
ഒന്ന് ചതച്ചിട്ട് കുടിക്കുന്നതും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇതൊരു പ്രോബയോട്ടിക് നമ്മുടെ ഗട്ടിനും വളരെയധികം നല്ലതാണ്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൊളസ്ട്രോളിനെ കുറിച്ച്, അതിൻ്റെ സിംറ്റംസിനെ കുറിച്ചും, അത് നല്ലതാണോ ചീത്തയാണോ, അല്ലെങ്കിൽ എന്തൊക്കെ ഡയറ്റിൽ എന്തൊക്കെ ഫുഡാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.